എൻ്റെ പ്രിയപ്പെട്ട നമ്മളൊരു അപ്പോസിറ്റ് സ്കൂളിലാണ് പഠിക്കണത്. ഉടമ്പടിയുടെ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത്. എന്താണ്? പ്രവൃത്തികൾ മൂലമുള്ള വിശ്വാസമാണ് എന്താണ്? സജീവ വിശ്വാസം. അതൊരു അപ്പോസിറ്റ് സ്കൂളാണ്. ഉടമ്പടി ഇത്രയും ഗൈഡഡ് മിസൈലായിട്ട് ഇത് വർക്ക് ചെയ്യണതിൻ്റെ കാര്യം, ഇത് ട്രാക്ക് ചെയ്യാതെ തന്നെ GPS ഇല്ലാതെ തന്നെ വർക്ക് ചെയ്യുന്ന പോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഹിറ്റ് ചെയ്യാൻ കാരണം നമ്മളുടെ ആ ഭാഗത്ത് നിന്ന് അപ്പോസ്തലികമായിട്ടുള്ള ആ ഒരു പാരമ്പര്യമുണ്ട്. എന്താണ്? വിശ്വാസം പ്രവൃത്തി മൂലം സാധൂകരിക്കപ്പെടുന്നു. അതാ യാക്കോബ് 2:17 നമ്മൾ കണ്ടത്, പിന്നെ ഗലാത്യർ 5:6 കണ്ടത്. ഇതുപോലെ തീഷ്ണമായ മറ്റൊരു സ്കൂളാണ് ഫിലിപ്പോസിൻ്റെ സ്കൂള്. ഫിലിപ്പോസിൻ്റെ സ്കൂൾ എന്താണ്? എത്ര കൊലക്കൊമ്പനാണെന്ന് പറഞ്ഞാൽ ശരി, അയാളുടെ കൂടെ ചേർന്ന് നടക്കും. ഒരു കോൺഫിഡൻസും ഇല്ല, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഇല്ല. സുവിശേഷകൻ്റെ ഏറ്റവും വലുതാണ്. ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഇല്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആ വരുന്ന സിറിയയിലെ ഫൈനാൻസ് മിനിസ്റ്ററാണ്, അയാളുടെ കൂടെ ചേർന്ന് നടക്കാൻ പറഞ്ഞു. ഉടനെ ഫിലിപ്പോസ് അയാളുടെ കൂടെ രഥത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കും. നമുക്ക് ആ ഭാഗം വായിക്കാം. വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 27 മുതലുള്ള തിരുവചനങ്ങൾ. മറന്നു പോരുത്, മനസ്സിൽ കുറിക്കണം. എന്താണ് അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 27 മുതലുള്ള തിരുവചനങ്ങൾ? 27 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ എഴുന്നേറ്റ് യാത്ര തിരിച്ചു. ആരാണ്? ഫിലിപ്പോസ്. അപ്പോൾ എത്യോപ്യക്കാരനായ ഒരു ഷണ്ഡൻ എത്യോപ്യ രാജ്ഞിയായ കന്ദാക്കയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ ജെറുസലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. രഥത്തിലിരുന്ന് അവൻ ഏശയ്യായുടെ പ്രവചനം വായിച്ചുകൊണ്ടിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. ഫിലിപ്പോസ് അവന്റെ അടുക്കൽ ഓടിയെത്തി. അവൻ ഏശയ്യായുടെ പ്രവചനം വായിക്കുന്നത് കേട്ട് ചോദിച്ചു, വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? അവൻ പ്രതിവചിച്ചു, ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക? രഥത്തിൽ കയറി തന്നോട് കൂടെ ഇരിക്കാൻ ഫിലിപ്പോസിനോട് അവൻ അപേക്ഷിച്ചു. അതായത് ഫിലിപ്പോസ് കണ്ടില്ലേ, ഫിലിപ്പോസിന് ഒരു നോട്ട് കിട്ടിയപ്പോൾ തന്നെ ഫിലിപ്പോസിനോട് എന്താ പറഞ്ഞത്? ആ രഥത്തിലൂടെ പോകുന്നത് ഫൈനാൻസ് മിനിസ്റ്ററാണ് എത്യോപ്യയിലെ. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കാൻ പോയും. അപ്പോൾ എന്താ പറയണത്? നടക്കണ്ടേ, അയാൾ വല്ലതും പറയുക, അയാളെന്നെ പിടിച്ചോണ്ട് പോവുക, അങ്ങനെയല്ല, ഓടിയെത്തിയെന്ന് പറഞ്ഞ അടാ. പറഞ്ഞത് കേട്ടത് പാതി, കേൾക്കാത്തത് പാതി. പ്രേക്ഷിതൻ അങ്ങനെയാണ്. ഒരാളെ ഈശോയെ അറിയിക്കുന്നതിന് വേണ്ടി അപ്പോസ്തലൻ്റെ ഒരു ഓട്ടമുണ്ട്. അതായത് അത് നടന്നല്ല തീർക്കണത്. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറയണത്, ഞാൻ നല്ല ഓട്ടം ഓടി. ഇവിടെ വായിച്ച ശ്രുതികട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 തിമോത്തിയോസ് 4:7. 2 തിമോത്തി 4:7. ഞാൻ നന്നായി പൊരുതി എന്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. അപ്പം അത് അപ്പോസ്തലൻ്റെ ഒരു ഫെർവൻസാണ്. അതായത് ആരെ കണ്ടാലും അവരെ ക്രിസ്തുവിനെ അവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു തീഷ്ണത. ഇത് എനിക്ക് തോന്നുന്നത് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഈ 2 കാര്യത്തിനാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. എന്താണ്? എനിക്ക് അപ്പോസ്തല പ്രേക്ഷിതരായ മറ്റുള്ളവർ കർത്താവിന് കൈമാറാൻ വേണ്ടി ഫിലിപ്പോസിനെ പോലെ പൗലോസിനെ പോലെ എനിക്ക് ഓട്ടത്തീഷ്ണത നൽകണമെന്ന് പറയുന്നത്. ഓടിച്ചെന്ന്, അതായത് ചില ആൾക്കാരൊക്കെ പത്രം കൊടുക്കാനൊക്കെ താമസിക്കത്തില്ലേ, അല്ലേ? 30 പത്രം 30 ദിവസം കൊണ്ടല്ലേ കൊടുക്കുന്നത്. അത് ആർക്ക് കൊടുക്കുമെന്ന് അറിയാൻ പോലെ അന്ധന്മാരെ പോലെ ഇങ്ങനെ വടിയും കൊണ്ട് കുത്തിറങ്ങുന്ന ആൾക്കാരെ പോലെ അല്ലേ ചില ആൾക്കാർ കൊടുക്കണം. അങ്ങനെയല്ല, ചില ആൾക്കാർ അവരുടെ കയ്യിരിക്കണം കൊടുക്കും. പിന്നെ എന്താണ്, വല്ല പള്ളികളിലും അതവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്കറിയാം അത് വായിച്ചാൽ തന്നെ ഈ മാസം കർത്താവ് ചെയ്ത ഫ്രഷായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. പിന്നെ 10ാം കുറിപ്പാണ്. അതെന്താ അച്ഛൻ്റെ കൂടെ ഇപ്പോൾ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കണില്ലേ, ഇതാണ് ഈ അടുത്ത മാസം നമുക്ക് 10ാം കുറിപ്പായിട്ട് വരണത്.
അപ്പോൾ ഒന്ന് ദൈവവചനവും മറ്റ് ദൈവവചനം ആപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള അടയാള സാക്ഷ്യങ്ങളാണ് വരണത്. അതുകൊണ്ട് തന്നെ ബന്ധ ബൈബിളാണ് ഈ വരണത്. അപ്പോൾ ആ ഒരു ബോധമുള്ളവൻ ഇത് മറ്റുള്ളവർക്ക് കൊടുക്കും. ഇപ്പം ഞങ്ങൾക്ക് ആ ഒരു തിഷ്ഠത ഉള്ള, ഇപ്പോൾ ഇവിടെ ഒരു തിഷ്ഠത ഉള്ളത് കൊണ്ടാണ് 22 ഭാഷയിൽ ഈ പത്രം ഉള്ളത്. 22 ഭാഷയിൽ കൃപാസന പത്രമുള്ളത് എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. ഇത് നമ്മൾ ലക്ഷ്യമാക്കണം. നിങ്ങളിപ്പോൾ എന്താ പ്രശ്നം? നിങ്ങൾ പച്ചത്തിരി നീലത്തിലേക്ക് കത്തിക്കുമ്പോഴും നിങ്ങളവിടെ ലക്ഷ്യമാക്കണത് എന്താണ്? നിങ്ങളുടെ വിസ ഒന്നുകൂടി നീട്ടി കിട്ടണം, അല്ലെങ്കിൽ വസ്തു വിറ്റ് കിട്ടണം. അങ്ങനെയുള്ള കേവലം ഇപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ അങ്ങനെ ദൈവം ക്ഷമിക്കും. ഉടമ്പടി പുതുക്കിയിട്ടും ആ കച്ചവടം തന്നെയാണെങ്കിൽ നടക്കത്തില്ല പരിപാടി. ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് നീ പ്രേക്ഷിത പ്രവർത്തനത്തെ പുരോഗമിച്ചില്ല, അതുപോലെ വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ മൂലം വിശ്വാസം സജീവമാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടി നിരങ്ങാൻ സാധ്യതയുണ്ട്. ഓട്ടമില്ലവരാണ്, പിന്നെ നിരങ്ങാൻ പോകും. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് ഈ ഉടമ്പടി എടുത്തിട്ട് നമ്മൾക്കെന്ത് പ്രയോജനം ഉണ്ടായി എന്ന് ദൈവം നോക്കിക്കൊള്ളൂ. നിങ്ങളെന്താ ചിന്തിക്കേണ്ടത്? ഞാൻ ഉടമ്പടി എടുത്തിട്ട് ദൈവത്തിന് എന്ത് പ്രയോജനം ഉണ്ടായി? അതാണ് സംഭവം. നേരെ മറിച്ചാ വരേണ്ടത്. ഞാൻ ഈ ഉടമ്പടി ജീവിതം തുടങ്ങിയിട്ട് അതുകൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം ഉണ്ടായി? അപ്പോൾ ഉടമ്പടി ചിലപ്പോൾ സിൽവർ ഗ്രേ വരെ വന്നായിരിക്കും, പക്ഷേ ദൈവത്തിനുള്ള പ്രയോജനം വളരെ ചുരുക്കമായിരിക്കും. അവരെപ്പോഴും ആന്തി നടക്കണത് അവർക്കെന്ത് പ്രയോജനം ഉണ്ടായി, അവർക്കെന്ത് പ്രയോജനം ഉണ്ടായെന്നാണ്. ഇപ്പോൾ ദൈവത്തിനാണ് എന്ത് പ്രയോജനം ഉണ്ടായെന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് ദൈവസ്നേഹം ഉള്ളവരാണ് അങ്ങനെ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് മാത്രം എന്ത് പ്രയോജനം ഉണ്ടായെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയങ്ങളുള്ള സ്നേഹമാണ്, ദൈവത്തോടുള്ള സ്നേഹം അല്ല. അപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾ വളർന്നിട്ടില്ലെന്ന് എൻ്റെ അർത്ഥം. 5 പുതുക്കി എനിക്കെന്ത് പ്രയോജനം ഉണ്ടായി? എനിക്ക് കിട്ടിയിട്ടുള്ള കുറേയൊക്കെ അനുഭവങ്ങൾ കിട്ടി, കുറേയൊക്കെ അടയാളം കണ്ട്, ഞാൻ സാക്ഷിയൊക്കെ പറഞ്ഞതാണ്. ഇങ്ങനെ ആണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, മറിച്ച് ദൈവത്തിന് എന്ത് പ്രയോജനം ഉണ്ടായി? ദൈവത്തിന് പ്രയോജനം ഉണ്ടായതായിട്ട് ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് GPS-ൻ്റെ ആവശ്യമില്ല. നെറ്റ്വർക്കില്ലാതെ തന്നെ ഈ സാധനം ഹിറ്റ് ചെയ്യും. അതെപ്പോഴും നമ്മുടെ ഏറ്റവും ടെക്നിക്കാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരണം, അല്ല നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. എന്താണ് ഇതിന് ടെക്നിക്കാണ്? അതായത് ഈ ഉടമ്പടി ജീവിച്ചിട്ട് ദൈവത്തിന് എന്ത് പ്രയോജനം ഉണ്ടായി? ഞാൻ മൂലം എത്ര പേര് ഉടമ്പടി ജീവിതത്തിലോട്ട് വന്നു? ചിലർക്ക് പത്രം കൊടുത്തിട്ട് പോരും, ചിലർ അങ്ങനെയല്ല. അവർ എണ്ണിയിരിക്കുകയാണ്. 100, 110, 150, 200 അങ്ങനെ എണ്ണിയിട്ടുണ്ടവർ. എന്താണ്? അവർ മൂലം ഉടമ്പടി ജീവിതത്തിലൂടെ വന്ന ആൾക്കാരുടെ എണ്ണമാണത്. നിങ്ങൾ ചിലപ്പോൾ ഇതുപോലെയുള്ള സുവിശേഷ വേല ചെയ്യും, പക്ഷേ നിങ്ങളത് കിട്ടി അത് ആരെങ്കിലും വന്ന് കാണുമായിരിക്കും. അപ്പോൾ അതിനെ അത്ര കണ്ട് ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല. അപ്പോൾ അതെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകെ നടക്കണം. അതാണ് ആ ബൈബിളിനകത്ത് എഴുതി. ഫിലിപ്പോസ് 2 കാര്യം ചെയ്തു. എന്താണ്? ഓടി വന്നു, പിന്നെ എന്താണ്? രഥത്തിൻ്റെ ഒപ്പം നടന്നു. അതാണ് വിഷയം. 2 കാര്യങ്ങൾ അവിടെ നിന്ന് ചെയ്യേണ്ടത്, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യേണ്ടത്. ഒരാളെ കണ്ടെത്തി കഴിഞ്ഞാൽ അവനെ ഫോളോ ചെയ്യാൻ നമ്മൾ താമസിക്കരുത്. രണ്ടാമത്തെ എന്താണ്? ഓടി വരണം, പിന്നെ എന്ത് ചെയ്യണം? ചേർന്ന് നടക്കണം. ചേർന്ന് നടക്കുമ്പോൾ ഇടയ്ക്ക് നമ്മളൊക്കെ വിളിച്ച് ചോദിക്കുകയും കുറിച്ചങ്ങനെ അന്വേഷിക്കുകയും അവിടെ പ്രാർത്ഥനാ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇപ്പോൾ എല്ലാവർക്കും കൃപാസനത്തിൽ വിളിക്കാൻ പറ്റുമോ? കിട്ടത്തില്ല. ഞങ്ങൾ 800 ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ദിവസം. 800 ഫോൺ വിളിക്കണത് ആരാണ്? വിളിക്കണത് 2000 പേര് വിളിച്ചിട്ടാണ് നമുക്ക് 800 ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റണത്. അപ്പം അതിൻ്റെ ബാക്കി എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ ആയിരിക്കണം നിങ്ങൾ കണ്ടെത്തുന്ന വ്യക്തികളുടെ സ്പോൺസറായതുകൊണ്ട് നിങ്ങൾ അവരെ ഫോളോ ചെയ്ത് പ്രാർത്ഥിക്കണം. മനസ്സിലായില്ലേ? നിങ്ങളുടെ സൽപ്രവൃത്തികളും നിങ്ങളുടെ സുവിശേഷ പ്രവർത്തനങ്ങളും എല്ലാം അവരെ കൂടി കവർ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ടേ ഒന്ന് സ്തുതിച്ച മക്കളെ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് നമ്മൾ സിൽവിയയുടെ ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ, സിൽവിയ ജീനമുണ്ടായിരുന്ന കക്ഷി 200 ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയത് ഒരു സുപ്രഭാതത്തിൽ മാതാവ് മറന്നു പോകാതെ അവളുടെ അടുത്ത് രജിസ്റ്റേർഡ് നേഴ്സാക്കിയ സാക്ഷ്യം പറഞ്ഞില്ലേ. അവളുടെ പരിപാടി എന്താണെന്നറിയാം, ഒരു കാര്യം നോക്കിയാൽ അത് പറയണേ, എൻ്റെ സാഹചര്യത്തിലുള്ള മറ്റുള്ളവരെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. അവളുടെ സാഹചര്യത്തിലുള്ള മറ്റുള്ളവരെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥനയിൽ പോലും ഇപ്പോൾ ചില ആൾക്കാർ PSC ടെസ്റ്റൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പത്രത്തെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ കൂട്ടുകാരോട് പോലും പറയത്തില്ല. നാട്ടുകാരുടെ മുഴുവൻ കുഴപ്പങ്ങളൊക്കെ അവരോട് പറയും, പക്ഷേ PSC ടെസ്റ്റ് ഇങ്ങനെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെന്ന കാര്യം കൂട്ടുകാരോട് പറയത്തില്ല. കാര്യം അവൾ വന്ന് അവൾ നിന്നേക്കാൾ പഠിക്കണവളാണ് അവൾ. അപ്പോൾ അവൾ കയറി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിൻ്റെ ജോലി അവളെ അടിച്ചു പറ്റിയാൽ എന്ത് ചെയ്താലും മിണ്ടത്തില്ല. ഉടമ്പടിയിൽ ഈ സംഭവം നടക്കത്തില്ല. ഉടമ്പടി ഈ സംഭവം നടക്കത്തില്ല. ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളാകാണ് നോക്കണം നമ്മൾ, അല്ലാതെ നിങ്ങളുടെ വയറ്റിപ്പഴപ്പിൻ്റെ സാക്ഷികളല്ല, ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളാണ്. അതുകൊണ്ട് ആർക്ക് കിട്ടിയാലും കുഴപ്പമില്ല, കർത്താവ് എനിക്ക് തരാനുള്ള ചോറ് എനിക്ക് തരും. എന്താ കാര്യം? ദൈവസ്നേഹത്തിലൂടെയാണ് നമ്മൾ ആത്മവിശ്വാസം ആർജിക്കുന്നത്. എൻ്റെ മക്കളെ, ഞാൻ പറഞ്ഞത് മുഴുവൻ ശരിയാണ് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ നേരത്തെ എന്താ എന്നിലൂടെ ഈശോ പറഞ്ഞത്, നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ക്രിസ്തു എന്താണ് ചെയ്തതെന്ന് എപ്പോഴും അപ്പായോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ഞാൻ എപ്പോഴും ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, അപ്പ ഈ പറയണത് മാത്രമേ ഉള്ളൂ, വേറെ വല്ലതും ഉണ്ടോ? ഈ ക്രിസ്തുവിനെ ഇങ്ങനെയൊക്കെ നൽകുന്നതിൽ അപ്പ എന്തുമാത്രം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അപ്പ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ട് ക്രിസ്തുവിനെ നൽകുന്നതിൽ. ക്രിസ്തുവിനെ നൽകാത്തവരൊരു ഓപ്ഷൻ എടുക്കാൻ അപ്പായ്ക്ക് പറ്റുമായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തോട് സംവേദിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും സമയത്ത് പരിശുദ്ധാത്മാവ് നീ അന്ന് അങ്ങനെ ചോദിച്ചില്ലേ, അതിൻ്റെ ഉത്തരവ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ഞാൻ നിങ്ങളോട് പറയണത്. ദൈവത്തിൻ്റെ സ്നേഹം എന്തുമാത്രം ആഴമാണെന്ന് ദൈവത്തോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് രക്ഷയെക്കുറിച്ച് ചിന്തിക്കണം, രക്ഷയെക്കുറിച്ച് ആലോചിക്കണം. കാര്യം കർത്താവ് നിവർത്തിയാക്കിയ രക്ഷ. അപ്പം നിനക്ക് ചിലപ്പോൾ നാളെ ജപ്തി നടപടി എന്ന് പറഞ്ഞായിരിക്കും നിനക്ക് നോട്ടീസ് കൈയിരിക്കണത്. അപ്പോൾ നീ ചിന്തിക്കണത് എന്താണ്? കർത്താവ് രക്ഷ, ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്തവൻ, തീർച്ചയായിട്ടും എൻ്റെ ഈ ജപ്തി നടപടിക്ക് അവൻ്റെ ഈ പരിഹാരം ഉണ്ടാകാതിരിക്കുമോ? അവൻ്റെ പേര് തന്നെ പരിഹാരമെന്നാണ്, അല്ലേ? ലോകത്തിൻ്റെ ഈശോയുടെ പേര് തന്നെ എന്താണ്? പരിഹാരമെന്നാണ്. റെഡീമർ, റെഡീം ചെയ്യുന്ന ആളാണ്, പരിഹാരം ചെയ്യുന്ന ആളാണ്. അപ്പം നമ്മൾ നമ്മുടെ വിഷയത്തെക്കുറിച്ച് ഓവറായിട്ട് നിങ്ങൾ വിശ്വാസം വളരുന്ന അനുസരിച്ചുകൊണ്ട് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നല്ല, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ ഒരു 10,000 കൊല്ലം ദൈവത്തിൻ്റെ താത്വിക പഠനങ്ങൾ നടത്തി. ദൈവം ആരാണ്? തന്നാൽ താനായിരിക്കുന്നു, ആദികാരണനായിരിക്കുന്നു, സർവ്വവ്യാപിയായിരിക്കുന്നു. നമുക്കങ്ങനെ പഠിച്ചിട്ടില്ലേ? അതിൻ്റെ അർത്ഥം ഈ കുറേ 1000 കൊല്ലത്തോളം ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് കടകേറിയതാണ്. അത് തെറ്റാണെന്ന് ഞാൻ പറയണില്ല. പക്ഷേ ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ഇവൻ്റെ ചിന്ത, നീ ചിന്തിക്കുന്നത് കൊണ്ടല്ല ദൈവം ഉള്ളത്, ദൈവം ഉള്ളത് കൊണ്ടാണ് നീ ചിന്തിക്കണത്. അപ്പോൾ അതിൻ്റെ അത് നിൻ്റെ ചിന്തയ്ക്ക് ദൈവമായിട്ട് വലിയ വിഷയമൊന്നുമില്ല. നീ ചിന്തിക്കണത് എന്താണ്? യേശുക്രിസ്തുവിനെ തന്നെ സ്പെയർ ചെയ്യാൻ ഞാൻ ആരാണ് എന്ന് ചിന്തിക്കണം. എൻ്റെ അപ്പ യേശുക്രിസ്തുവിനെ തന്നെ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തരാൻ വേണ്ടി മാത്രം അപ്പ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു, അപ്പയുടെ സ്നേഹത്തിൻ്റെ മഴവിൽ നിറങ്ങൾ എന്തുമാത്രം ഉണ്ട് എന്നൊക്കെ നീ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അപ്പ മനസ്സിലാകും. നീ വയറ്റിപ്പഴപ്പിന് വേണ്ടി കൂടിയിരിക്കണമല്ല, അപ്പായായിട്ട് ഇതിനെ കണ്ടിട്ട് അപ്പായ്ക്ക് വേണ്ടി ആണ് യേശുക്രിസ്തുവിനെ പോലും സ്നേഹിക്കുന്നത്, അപ്പായുടെ മഹത്വത്തിന് വേണ്ടിയാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങള് അളക്കുവാനും മനസ്സിലാക്കുവാനും എന്നെ അനുവദിക്കണമേ. നീ നടത്തിയ രക്ഷാ പദ്ധതികള് അതിൽ മനസ്സിൽ സന്തോഷിച്ചുകൊണ്ട് നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവിക്കുവാൻ എന്നെ അഭിഷേകിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഒരുമിച്ച് പാടണം, സ്നേഹത്തോടെ പാടണം.
യേശു ക്രിസ്തു രുചിച്ചു നോക്കിയ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു സുവിശേഷം ഇങ്ങനെ ഒരു തള്ളി വരുന്നത് കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷം ഓരോ കഥകൾ ഓരോ സംഭവങ്ങൾ ഓരോ വചനങ്ങൾ ഓരോ വെളിപാടുകളിലൂടെയൊക്കെ ഇങ്ങനെ പേർത്തും പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്താൻ നോക്കണ എന്താണ്? എന്തുമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നറിയോ? അത് പറയാൻ വേണ്ടിയാണ് ഈ കഥകളെല്ലാം പറയണത്, ഈ ഉപമകളെല്ലാം പറയണത് അതിനാണ്. അപ്പോൾ ഈ ഭൂമിയിൽ നമുക്കുണ്ടാകുന്ന നഷ്ടം എന്താണ്? ഈ സ്നേഹത്തിൻ്റെ ഒരു ഗന്ധം മണക്കാതെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ ആത്മാവ് പിരിഞ്ഞു പോകണമെങ്കിൽ അതൊരു ട്രാജഡി ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നിന്റെ സ്നേഹത്തിൻ്റെ രക്തത്തിന്റെ ഗന്ധമറിയാൻ എന്റെ അന്തരംഗങ്ങളെ നീ അഭിഷേകം ചെയ്യണം. നിന്നെ കുറിച്ച് ചിന്തിക്കാൻ, നിന്നെ കുറിച്ച് ആലോചിക്കാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണം. എന്തിനാണ് ഈശോ എന്നിലൂടെ ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്നറിയാവോ? നിങ്ങളവർക്ക് ഇത് നോൺ പ്രാക്ടിക്കലാണെന്ന്. അങ്ങനെയില്ല, ഇതിനേക്കാൾ പ്രാക്ടിക്കലായിട്ട് ഒന്നുമില്ല. കാര്യം നമ്മൾ 24 hours നമ്മുടെ പരീക്ഷ, നമ്മുടെ റിസൾട്ട്, അതെന്താകൂ, അതിനനുസരിച്ച് അഡ്മിഷൻ കിട്ടുമോ, ഇനി അത് എൻ്റെ സീറ്റ്, എൻ്റെ റാങ്കിൽ ഇപ്പോൾ നീറ്റ് പരീക്ഷ നടക്കില്ലേ? ഓക്കെ, ഇപ്പം നമ്മൾ നീറ്റ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങൾ. ഇപ്പം നമ്മുടെ മക്കളും നീറ്റ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരെയും വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ബുദ്ധിയുള്ള എല്ലാവരും, കഴിവുള്ള എല്ലാവരും, പിന്നെ കഴിവിനേക്കാളുപരി ദൈവസ്നേഹങ്ങൾ നിറഞ്ഞിട്ടുണ്ട് ഉടമ്പടി ജീവിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് അത് കൈവർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും അതായത് ഈ ഡിറ്റാച്ച്മെന്റ് സംഭവിച്ചെന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും ഇവിടെ. ആധ്യാത്മികതയുടെ ഒരു ഫോർമുല അങ്ങനെയാണ്. നമ്മൾ ഈ ലോക വിഷയങ്ങളോട് നമ്മുടെ ജീവിതത്തിൻ്റെ ലോക വിഷയങ്ങളല്ല, ഭൗതിക വിഷയം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഷർട്ട് ഇട്ടിട്ടുണ്ട്, എനിക്ക് ക്യാഷൊക്കെ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ഞാൻ പുറത്തോട്ട് പോലും ഇറങ്ങത്തില്ല, അല്ല ക്യാഷ് കിട്ടുക. അപ്പോൾ ഇത് മസ്റ്റല്ലേ? അതുപോലെ ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷണം വേണം, അത് മസ്റ്റാണ്, ഐ നോ ഇറ്റ്. നിങ്ങൾക്ക് ജോലി വേണം, ഭക്ഷണം വേണമെങ്കിൽ എന്ത് വേണം? ജോലി വേണം, അത് മസ്റ്റാണ്, ഐ നോ ഇറ്റ്. നിങ്ങൾക്ക് വീട് വേണം. കഴിഞ്ഞ ദിവസങ്ങളിലേ ഈ ബാഹുലേൻ എന്ന് പറഞ്ഞൊരു സാക്ഷിയുണ്ടായി. ബാഹുലേൻ കരഞ്ഞുകൊണ്ടാണ് സാക്ഷ്യം പറയണത്. ബാഹുലേൻ്റെ വീടിൻ്റെ പേരെന്താണെന്നറിയാമോ? കൃപാസനം. കളിക്കാവിലയിലുള്ള ട്രിവാൻഡ്രത്ത് കളിക്കാവിലയിലുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആൾ പറയണതേ, എൻ്റെ അന്ന് അദ്ദേഹത്തിന് ഈ ബാഹുലേൻ എന്ന് പറയുന്ന ആളിന് ഒരു 10-65 വയസ്സുണ്ടേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ ആ ഒരു പ്രായം കണ്ടില്ലേ? അപ്പോൾ അദ്ദേഹം പറയും, എനിക്ക് മാത്രം വീടില്ല എന്ന് പറയും. അമ്മയോട് വന്നിട്ടും പറയുമേ, എനിക്ക് മാത്രം വീടില്ല, ഞാൻ തുഴഞ്ഞിട്ട് എത്തിയില്ല എന്ന് പറയും. അത് അമ്മയുടെ മുമ്പിൽ ആരോ പറഞ്ഞ് അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ വീട് തരുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കളിക്കാവില്ലെന്ന് അദ്ദേഹം ഇവിടെ വരണത്. അപ്പം അമ്മയോട് ആദ്യം കരുണ ചെയ്താൽ എൻ്റെ പ്രായക്കാർക്കെല്ലാം വീടുണ്ടെന്ന്. 65, അതായത് ആ സംഘടന നിങ്ങൾ മനസ്സിലാക്കണം, ഇത് വല്ലാത്ത സംഘടനമാണ്. 65 വയസ്സുള്ളൊരു മനുഷ്യൻ, അയാൾക്ക് 2 പെൺകുഞ്ഞുങ്ങൾ, അയാൾ തോറ്റു നിൽക്കുകയാണ്. എന്താണ്? അയാളുടെ പ്രായക്കാർക്കെല്ലാം 65 വയസ്സുള്ള അപ്പന്മാർക്കെല്ലാം സ്വന്തമായിട്ട് വീടുണ്ട്, അയാൾക്ക് വീടില്ല. അപ്പം അമ്മയെ കണ്ടപ്പോൾ വയസ്സ് 65ആയി. അമ്മേ, എനിക്ക് മാത്രം വീടില്ല, 30 കൊല്ലമായി ഞാൻ വീടിന് വേണ്ടി പരിശ്രമിക്കും. 30 കൊല്ലമേ. അമ്മ വേറെ ഒന്നും ചെയ്തില്ല, അപ്പം തന്നെ ആ ഫയലെടുത്ത് ഒപ്പിട്ട് ആ 1 മാസത്തന്നെ വീടായി. അതെന്ത് പറയേണ്ട പോലെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അയാൾക്ക് പറഞ്ഞു തീരണില്ല ഈ സാക്ഷ്യം, കരകയാണ് നിന്ന് പറയുകയാണ്. അതുകൊണ്ട് അയാളുടെ പേരും ബാക്കി കിട്ടിയ വീടിൻ്റെ പേരും കൃപാസനം. അപ്പം അത് ചില സമയത്ത് നമ്മളിങ്ങനെ എങ്ങനെ ആഞ്ഞു തുഴഞ്ഞാലും കര പറ്റത്തില്ല. അതിനു വേണ്ടിയാണ് ദൈവം. അതുകൊണ്ടാണ് ദൈവം വചനത്തിലുള്ളത്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ചില സമയത്ത് മെറിറ്റ്, ഇപ്പോൾ 2 പെൺകുഞ്ഞുങ്ങളൊക്കെ വളർത്തി അതുങ്ങളെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കണവരെ ഈ അപ്പം കിടന്ന് വിഷമിക്കുമ്പോൾ ചിലപ്പോൾ വീട് വെക്കാൻ പറ്റിയില്ല, മെറിറ്റില്ല. അയാളുടെ ജീവിതം അങ്ങനെയാണ്.
അപ്പോൾ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ നമ്മുടെ കഴിവോ ബുദ്ധിയോ ആലോചനയോ കഴിവോ സ്വാധീനമോ കൊണ്ട് ചിലപ്പോൾ ജീവിതം തല്ലിപ്പൊട്ടിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളപ്പോൾ പറയേണ്ട പോലെ പറയണം. അതാണ് വിഷയം. അതൊക്കെ ശരിയാവും എന്നല്ല, ശരിയാകത്തില്ലെന്ന് ആദ്യമേ തന്നെ മനസ്സിൽ പിടിച്ചിട്ട് പറയണം, എൻ്റെ അമ്മ എനിക്കത് ശരിയാക്കി തരും, അമ്മ ഈശോയോട് പറഞ്ഞിട്ട് അത് ശരിയാക്കി തരും. അല്ലെങ്കിൽ എനിക്ക് ഇനിയൊരു ബാല്യമില്ല, ഇനിയൊരു അംഗത്തിന് എനിക്ക് ബാല്യമില്ല, വയസ്സ് 65 ഇനി എന്ത് ചെയ്യാനാ, അതുകൊണ്ട് അമ്മ എന്നെ സഹായിക്കണം. അതിപ്പോൾ സത്യസന്ധമാണ്. അമ്മയുടെ മെരിറ്റ് അടിയറ വെച്ച് പറയുകയാണ്. ഈ നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുമ്പോൾ ആദ്യമേ ചെയ്യുമ്പോൾ നിങ്ങൾ മെരിറ്റ് സറണ്ടർ ചെയ്യത്തില്ല. നിങ്ങൾക്ക് വരുന്ന ഒരു പ്രശ്നം അതാണ്. എനിക്ക് മനസ്സിലായി, ഇപ്പോഴത്തെ ആൾക്കാരെ കൗൺസിൽ ചെയ്തില്ലേ, അപ്പോൾ എനിക്ക് മനസ്സിലായിരിക്കണം, ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് വെച്ചാൽ നിൻ്റെ കഴിവല്ല, എൻ്റെ കൃപ. അതാണ് എൻ്റെ അർത്ഥം. അതാണ് എഫെസ്യസ് 2, അതാണ് ഉടമ്പടി എന്ന് പറയണത്. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഈ നോട്ട് ബൈ മെരിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെരിറ്റ് സറണ്ടർ ചെയ്യണം ആദ്യം. ബാഹുല്യം ചെയ്ത അതാണ്, എനിക്ക് 65 വയസ്സായി, ഞാൻ എൻ്റെ മെരിറ്റ് സറണ്ടർ ചെയ്യാണ്, എനിക്കിനി യോഗ്യതയില്ല, ഇനി എനിക്ക് ഈ ജന്മത്ത് എൻ്റെ അധ്വാനം കൊണ്ടൊരു വീട് വെക്കാൻ പറ്റുമെന്ന് കരുതണില്ല, മെരിറ്റ് സറണ്ടർ ചെയ്ത്. അപ്പോൾ എന്തു ചെയ്യും? അപ്പോൾ അമ്മക്ക് സത്യസന്ധമായിട്ടൊരു കാര്യം മനസ്സിലായി. നമ്മൾക്ക് പറ്റുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആരോ പൊക്കറികളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടേ, താൻ പാതി ദൈവം പാതി എന്ന്. എല്ലാം വർക്കൗട്ട് ചെയ്യത്തില്ല, അത് വർക്കൗട്ട് ചെയ്യത്തില്ല. കാരണം ചില സമയത്ത് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പാതി വെക്കാൻ നമ്മുടെ ഉണ്ടാകത്തില്ല. അതാ വിഷയം. നിങ്ങൾക്കറിയാവില്ല, ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മുടെ പാതി വെക്കാൻ നമ്മുടെ കയ്യിലില്ല. പിന്നെ എന്ത് ചെയ്യണം? ആ പാതി ആര് വെക്കണം? ആ പാതിയും നീ തന്നെ വെക്കണമെന്ന് പറയും, ദൈവം തന്നെ വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെങ്കിൽ കയ്യും കെട്ടി മടിയന്മാരെ കിടന്ന് ഉറങ്ങുകയല്ല, അവന്മാരുടെ കാര്യത്തിൽ തീരുമാനമാകും. അതല്ല, നമ്മൾ ദൈവത്തിൽ നിൽക്കുമ്പോൾ ഒരു മിനിമം സത്യസന്ധത കാണിക്കണം. കാര്യം കർത്താവ് ഈ വിഷയത്തിൽ നീ ഇടപെടാതെ നടക്കത്തില്ല. പക്ഷേ ഇതെനിക്ക് ആവശ്യമാണെന്ന് ഈശോയ്ക്കറിയാമല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. അപ്പം അതാണ് ഒരു പ്രൊവിഷൻ ഉള്ളത്. എന്തുകൊണ്ടാണ് കാനായിലെ കല്യാണത്തിൽ അമ്മയുടെ ആപ്ലിക്കേഷൻസ് ഈശോ പെട്ടെന്ന് സ്വീകരിക്കാൻ കാരണം ദൈവത്തിൻ്റെ ജനറൽ പോളിസിയിലുള്ളതാണ്. എന്താണ്? ഇതൊക്കെ നമ്മൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 6:31-32. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ രാജ്യം എന്നൊക്കെ ഒന്ന് പറഞ്ഞ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. യാക്കോബ് അന്വേഷിക്കണത് എന്താണ്? അവിടുത്തെ നീതി അല്ലേ? ഫിലിപ്പോസ് അന്വേഷിച്ചത് എന്താണ്? അവിടുത്തെ രാജ്യം. അതാണ് എൻ്റെ വിഷയം. അത് ഇത് ഉടമ്പടി 2 കണക്ട് ചെയ്ത് കിടക്കുകയാണ്. ഫിലിപ്പോസ് എന്താ ചെയ്യണത്? അവിടുത്തെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ആ ഫൈനാൻസ് ബിസിനസ് രഥത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കുകയാണ്. അവൻ അവിടുത്തെ രാജ്യത്തെ അന്വേഷിക്കുകയാണ് ഇല്ലേ? യാക്കോബ് എന്താണ് അന്വേഷിക്കണത്? അവിടുത്തെ നീതി. എന്നാൽ സാമൂഹ്യമായി ഒരു മനുഷ്യൻ ഭക്ഷണമില്ലാതിരിക്കുമ്പോൾ മറ്റുള്ള വിശ്വാസത്തെ തുടരുന്നതിൽ അർത്ഥമില്ല. വിശ്വാസം മറ്റുള്ളവരെ കൂടി സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അതാണ് ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകട്ടെ. ലൂക്കാന്റെ സുവിശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കഴിവല്ല നിന്ദയാമേ, ബലമല്ല നിൻകൃപയാമേ, കഴിവല്ല നിൻകൃപയാമേ, ബലമല്ല നിന്ദയാമേ, നീ മാത്രം.
10:35 ലൂക്കാന്റെ സുവിശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. 10:35 അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. അപ്പൊ ചില സമയത്ത് സന്ധിപ്പിന്റെ സമയത്ത് നമുക്ക് കൂടുതൽ ചിലവാകും. ഇന്നലെ ഒരു സാക്ഷ്യം പറയണത്, ഇന്നലെ ഒരു മോള് സാക്ഷ്യം പറഞ്ഞ പേര് ഞാൻ മറന്നുപോയി. അത് പറയണത്, ഞാൻ പണ്ടൊക്കെ ഒരു മനുഷ്യന്, ഓർത്തഡോക്സ് സഹോദരിയാണ്, പണ്ടൊക്കെ ഒരു മനുഷ്യന് ഞാൻ ഒന്നും കൊടുക്കത്തില്ലായിരുന്നു, അങ്ങനെ കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലെന്ന്. ഉടമ്പടി എടുത്തപ്പോഴാണ് എനിക്ക് തോന്നിയത് മറ്റുള്ളവരുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇപ്പം എന്നാ എൻ്റെ കൈ വന്നതുപോലെ ഞാൻ കൊടുക്കുമെന്ന്. അത് വലിയ നോട്ടായാലും ചെറിയ നോട്ടായാലും കയ്യിൽ എന്താ കിട്ടണത് അത് ഞാൻ കൊടുക്കുമെന്ന്. അപ്പോൾ എന്താ പറ്റി? കൊടുത്തപ്പോൾ എന്ത് പറ്റി? കൊടുക്കും നിങ്ങൾക്ക് ലഭിക്കും, അമർത്തി കുരുക്കി നിറച്ചളന്ന് അവൻ നിൻ്റെ മടിയിൽ. കർത്താവിൻ്റെ വാക്കതാണ്. Take the word of God. 6:36 ലൂക്കാ സുവിശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്കാ 6:38 കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കും, അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. അതാണ് വിഷയം. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവൻ നിന്റെ മടിയിലിട്ട് തരും. അതായത് ഈ രണ്ട് കക്ഷികൾക്കും നല്ല ജോലി ഉയർച്ച വന്നിരിക്കണത്, ആവശ്യത്തിലേറെ പണമായി. എന്താ കാര്യം? ആ ഈ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം അതിന് രണ്ട് പ്രവർത്തനങ്ങളാവുള്ളൂ. ഒന്ന് യാക്കോബിൻ്റെ പ്രവർത്തനം, രണ്ടാമത്തത് ഫിലിപ്പോസിൻ്റെ പ്രവർത്തനം. ഈ യാക്കോബിൻ്റെ പ്രവർത്തനത്തെ പറയണം, നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും, അതാണ് ആദ്യം നോക്കേണ്ട പ്രയോറിറ്റി. എന്താണ് ആദ്യം ചെയ്യേണ്ടത്? എന്താണ്? ഫിലിപ്പോസിൻ്റെ പ്രവർത്തനമാണ് ചെയ്യേണ്ടത്. പ്രേക്ഷിത പ്രവർത്തനത്തിനാണ് മുൻതൂക്കം. കരുണയുടെ വർഷം മാർപ്പാപ്പ പ്രഖ്യാപിച്ചപ്പോൾ ഞാനിവിടെ എനിക്ക് കിട്ടിയിട്ടുള്ള കർത്താവിൻ്റെ നിർദ്ദേശം, കരുണയുടെ ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നതാണ് ആദ്യത്തെ കാരുണ്യം. കർത്താവിനെ അറിയാതെ ഒരു മനുഷ്യനെ നമ്മൾ സഹായിക്കുന്നതിന് രണ്ടാമത്തെ ഗ്രേഡേ ഉള്ളൂ. കർത്താവിനെ അറിയിക്കുന്ന, അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണത്? എന്താണ് 6:33 എന്താ പറയണത്? നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും. ഫിലിപ്പോസിൻ്റെ ജോലിയാണത്. ഫിലിപ്പോസ് എന്താ ചെയ്തത്? എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും ശരി, അവൻ്റെ കൂടെ ചേർന്ന് നടന്നിട്ട് അങ്ങോട്ട് ചോദിക്കും. എന്താ ചോദിക്കണത്? വായിക്കണമല്ലാതെ മനസ്സിലാകുന്നുണ്ടോ എന്ന്. ബൈബിൾസ് പറയും, കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ ശാന്തനായിരുന്നു. ഇത് പ്രവാചകൻ തന്നെക്കുറിച്ച് പറയുന്നതോ വേറെ ആൾക്കാരെക്കുറിച്ച് പറയുന്നതോ എന്ന് പറയുമ്പോൾ എന്നെ ഒന്ന് കയറി ഇരിക്കാൻ അനുവദിക്കുമോ? ആരെക്കുറിച്ചാണെന്ന് ഞാൻ പറയാമോ? അത് ക്രിസ്തുവിനെക്കുറിച്ചാണെന്ന് പറയും. ക്രിസ്തുവാണ് പാപത്തിന് പരിഹാരമായെന്ന് പറയും. അവൻ്റെ നാമത്തിൽ നമുക്ക് പാപത്തിന് പകരക്കാരനായി അവൻ മരിച്ചു. അവൻ്റെ പീഡാസഹനങ്ങളിൽ പ്രസാദിച്ചുകൊണ്ട് പാപത്തിൽ നമുക്ക് ഇളവ് നൽകി. അതുകൊണ്ട് ദൈവം അവനെ മഹത്വപ്പെടുത്തി ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പ് കിട്ടും. അതിന് നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ എത്യോപ്യക്കാരൻ ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞു, വെള്ളമുണ്ടല്ലോ, എന്നെ ജ്ഞാനസ്നാനപ്പെടുത്താൻ അമാന്തമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഫിലിപ്പോസ് അദ്ദേഹം ജ്ഞാനസ്നാനപ്പെടുത്തും. എന്നിട്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പോസിൻ്റെ ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ദാനിയേലിൻ്റെ ഹബക്കൂക്കിനെ കുത്തിന് പിടിച്ചോണ്ട് പൊക്കി കളഞ്ഞില്ലേ, അതുപോലെ തന്നെ ഫിലിപ്പോസിനെ പിടിച്ച് പൊക്കി കളഞ്ഞ് അവിടുന്ന് മാറ്റും. എന്താണ്? ഇവൻ ഫൈനാൻസ് മിനിസ്റ്ററാണ്, ഇവൻ ജ്ഞാനസ്നാനപ്പെട്ടിരിക്കുകയാണ്, അവന് നിത്യരക്ഷയ്ക്ക് അവൻ അർഹനായി തീർന്നിരിക്കുകയാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഇവൻ ഫൈനാൻസ് മിനിസ്റ്റർ ആയത് കാരണം ഇവനോട് സാമ്പത്തിക ഇടപാടുകൾ വരാൻ സാധ്യതയുണ്ട്. അതാണ് വിഷയം. നമ്മളൊരു ആളെ കർത്താവിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ വിഷയത്തിൽ അവൻ്റെ ആത്മരക്ഷ കഴിഞ്ഞാൽ ചാപ്റ്റർ ഇസ് ക്ലോസ്ഡ്. അതുകൊണ്ട് നിങ്ങളെ വിളിക്കുകയും ഫോൺ നമ്പറിലൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായ്പ ചോദിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വായ്പ കൊടുക്കുക, അങ്ങനെയുള്ള സംഭവത്തൊന്നും കൃപാസന അനുവദിക്കാത്തതിൻ്റെ കാരണവും ഇവിടുത്തെ ചില പണ്ട് എക്സിക്യൂട്ടീവ് ഉടമ്പടി ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ കുറേ ആൾക്കാർ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര വായ്പ കൊടുക്കലായിരുന്നു. ആ മാസികന്മാരുടെ അവസാനം അമ്മയിൽ തല്ലിപ്പിരിഞ്ഞ് ഞാൻ എല്ലാത്തിനും ഡിസ്മിസ് ചെയ്തു. ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാശ് വായ്പ മേടിക്കണവനെയൊക്കെ ഞാൻ ന്യൂട്രായിട്ട് എക്സിക്യൂട്ടീവ് മാറ്റി. എന്താ കാര്യം? ഇവന്മാർ കർത്താവിൻ്റെ ശുശ്രൂഷക്കാരല്ല, കുടുംബം കഴിയാൻ വേണ്ടി വൈദ്യപഴപ്പിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൃപാസനം ദുർവിനിയോഗിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് ദൈവഹിതത്തിന് എതിരായ സംഭവം. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്പറൊക്കെ വാങ്ങിക്കാം, പക്ഷേ കർത്താവിൻ്റെ കാര്യമല്ലാതെ വേറെ ഒരു സാധനവും നിങ്ങൾ ഡീൽ ചെയ്യരുത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ തന്നിരിക്കുന്ന നേർച്ച വസ്തുക്കളൊക്കെ എല്ലാം മറ്റുള്ളവൻ്റെ വേദനയിൽ ദൈവത്തെ കൈമാറാൻ വേണ്ടിയുള്ള ദൈവസൗഹൃദത്തിൻ്റെ ഒരു മാധ്യമമാണത്. അപ്പോൾ ദൈവമായിരിക്കണം നിങ്ങളുടെ ചിന്തയിലുള്ളത്. ഫിലിപ്പോസ് അത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഡിസ്പേഴ്സായി, പിന്നെ അവിടെ നിന്നില്ല സംഭവം.
അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ദൈവരാജ്യമാണ്. എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? പിന്നെയാണ് അവിടുത്തെ നീതി. എപ്പോഴും ഓർത്തേക്കണം. അപ്പം നീതി എന്ന് പറയുന്ന യാക്കോബിൻ്റെ സുവിശേഷത്തിൻ്റെ മെത്തേഡിന് 2ാം സ്ഥാനമാണ് സുവിശേഷത്തിലുള്ളത്. ആദ്യം ദൈവരാജ്യം, പിന്നെ അതിൻ്റെ നീതി. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടിയിൽ ഈ 2 സംഭവമുണ്ട്. എന്താണ് ഉടമ്പടിയിലുള്ള? പ്രേക്ഷിത പ്രവർത്തനമുണ്ട്, ഉപവിപ്രവർത്തനമുണ്ട്. ഇത് നിങ്ങൾ കണ്ണും പൂട്ടി ദൈവത്തിൻ്റെ സ്നേഹത്തോടെ ചെയ്യുകയാണെങ്കിൽ ബാക്കി ദൈവം എന്താ പറഞ്ഞത്? ബാക്കിയുള്ളത് ചേർത്ത് നൽകും. ഒന്നുകൂടെ വായിച്ചേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 6:33. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മുട്ടേ നിൽക്കുക. നമുക്കൊരു പാട്ട് പാടി പ്രാർത്ഥിച്ച് സ്തുതിച്ച്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. യേശുവേ വചന സൗഖ്യത്തിന്, വചന സന്ദേശത്തിന് നന്ദി പറയുന്നു. രോഗസൗഖ്യ സന്ദേശങ്ങൾക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. കൈകളടിച്ചുകൊണ്ട് എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി നേരിടുന്നു ഞാൻ. എന്തിനു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി നേരിടുന്നു ഞാൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഞങ്ങളുടെ ഇടയിലുള്ള അവിടുത്തെ സജീവ സാന്നിധ്യത്തിന് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. അനുവദിച്ച പരിഹാരം എനിക്കായി കരുതി. പരീക്ഷ അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ട് എന്തിനു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി നേരിടുന്നു ഞാൻ. എന്തിനു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി നേരിടുന്നു ഞാൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ മഹത്വം, പിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേക്കനുകൂലം അത് അറിയുന്നു ഞാൻ. ദൈവമേക്കനുകൂലം അത് അറിയുന്നു ഞാൻ. ദൈവമേക്കനുകൂലം ആരെതിരാ
പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിച്ചില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിച്ചില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും മുട്ടുന്നേ. കർത്താവ് ആശീർവദിക്കട്ടെ. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഉടമ്പടി ധ്യാനത്തിൻ്റെ വലിയ വചന വെളിപാടിന് നമുക്ക് നന്ദി പറയാം. നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് അവിടുത്തെ രാജ്യമാണ്, ശേഷമാണ് നീതിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടതെന്ന്. ഫിലിപ്പോസിൻ്റെ പ്രേക്ഷിത ചൈതന്യത്തെ ദൈവരാജ്യ വികസനത്തോട് ഉപമിച്ചാണ് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞത്. യാക്കോബിൻ്റെ പ്രവർത്തനങ്ങളെ ദൈവ നീതിയോട് തുലനപ്പെടുത്തിയും. ഈശോയെ, വലിയ വചന വെളിപാടിന് നന്ദി പറഞ്ഞുകൊണ്ട് നിന്റെ ദൈവരാജ്യ വികസനത്തിനായി ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും